നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലി ദിനസംഖ്യ വരുന്നത് 18,72,429ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണം ദിവസം മുതൽക്ക് എണ്ണിയാൽ ഇന്ന് ഈ ദിവസം കിട്ടും. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 22 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 16 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 7 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥി വരെയാണ്. ഉച്ചയ്ക്ക് 2:28 വരെയുള്ള സമയത്താണ് ത്രയോദശി തിഥി. കരണം വരുന്നത് കഴുതകരണമാണ്. അതും ഉച്ചയ്ക്ക് 2:28 വരെയാണ്. നിത്യയോഗം വിഷ്കംഭ നാമ നിത്യയോഗമാണ്. 6:42 വരെ മാത്രമാണ് വിഷ്കംഭ നാമ നിത്യയോഗം വരുന്നത്. ഇന്ന് നാള്, അതായത് നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം 2:01 വരെയുള്ള സമയത്ത് ആണ് പൂരാടം നക്ഷത്രമുള്ളത്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ്. ദിവസം വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:40:23 ഉദയം സംഭവിക്കുന്നു. അസ്തമയം 6:40:57 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22:34 ദിനമാനത്തിലും ക്രമേണ കുറവുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ദിവസേന 20 സെക്കൻഡോളം കുറയുന്നതായിട്ട് നമുക്കത് കാണാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 2:02 തുടങ്ങി 3:35 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 9:24 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് 6:18 മുതൽക്ക് തുടങ്ങി 7:51 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെയും ഇവർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:05 മുതൽക്ക് 12:27 വരെയും തുടർന്ന് 12:31 മുതൽക്ക് 12:53 വരെയുമാണ്. 12:05 മുതൽക്ക് 12:53 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികയും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യവചനം ഉള്ളതാണ്. ഇത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം പൊതുവെ അനുകൂലമായിട്ടുള്ളത് ഒരു നാളല്ല. ക്രൂര കർമ്മങ്ങൾക്ക്, സാഹസ കർമ്മങ്ങൾക്ക്, അതുപോലെ വിഗ്രഹങ്ങളുടെ സന്ധി ചേർക്കുക, അതുപോലെ വാപി കൂപ തടാകങ്ങൾ, അതായത് കുളം കുഴിക്കുക, കിണർ കുഴിക്കുക, ഈ കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂരാടം നക്ഷത്രം അനുകൂലമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വർജ്യമാണ്. ത്രയോദശി തിഥി അനുകൂലമാണ്. യാത്ര, അതുപോലെ യുദ്ധം തുടങ്ങുക, ഭൂഷണം, പുതിയ നൂതന ആഭരണങ്ങൾ ധരിക്കുക, വ്രതം മുതലായിട്ടുള്ളവ ഒക്കെയും ഈ ത്രയോദശിക്ക് നടത്താവുന്നതാണ്. ശുക്ലപക്ഷ ത്രയോദശി ആകയാൽ വർജ്യമല്ല. അതേസമയത്ത് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശിയാണെങ്കിൽ അത് വർജ്യവുമാണ്. ഇത് ശുക്ലപക്ഷത്തിലെ ത്രയോദശി ആയതുകൊണ്ട് ഇതിനൊന്നും വർജ്യവുമല്ല. നമസ്കാരം.